ഹലോ. രാവിലെ എണീറ്റ് മുറിയിൽ നിന്ന് വന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന നിപ്പ. അപ്പം എന്തേ നമ്മുടെ അമ്മ ഇവിടെ നിന്ന് സീരിയൽ കാണുക. സാന്ത്വനം കഴിഞ്ഞു കേട്ടോ. സാന്ത്വനം കഴിഞ്ഞിട്ട് അടുത്ത സീരിയൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മുറിയിൽ നിന്ന് ഹോളിലേക്ക് വന്ന് ഹോളിൽ നിന്ന് നമ്മൾ ഇതേ പുറത്ത് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങും. കാണുന്ന കാഴ്ചയാണ് നമ്മുടെ കുഞ്ഞിനോടെ കിടപ്പുണ്ട്. അതാ ഈ ചെടികളും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിർത്തുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും അമ്മയ്ക്കാണ്. അമ്മ ഇത് എന്നും രാവിലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മൊത്തം മുറ്റത്താണ് ചെടിയും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നോക്കും. കുറച്ച് പരിപാടികളുണ്ട്, പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ അവിടെ നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി പോയി. ആയുധം എടുത്തു മാമാ. പല്ല് തേപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല നിങ്ങൾ ആരും വിചാരിക്കണ്ട. പല്ല് തേച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറക്കുക. എന്നിട്ട് വേണം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ. ഇതൊരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ടൗണുമായിട്ട് ഒത്തിരി അടുത്താണ്. ടൗണിൽ നിന്നൊരു 300 മീറ്ററേ ഉള്ളൂ, വെറും 300 മീറ്ററേ ഉള്ളൂ. എന്നാൽ ടൗണിൻ്റെ ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ശബ്ദ കോലാഹലങ്ങളോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് അങ്ങനെ ഇറങ്ങുക. ചെറിയൊരു റോഡാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. പഞ്ചായത്ത് വഴിയാണ്. ചെറിയൊരു റോഡ്, കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ മറ്റേ വാട്ടർ കണക്ഷൻ കിട്ടാൻ വേണ്ടി കുത്തിപ്പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്ന റോഡ്. ഈ റോഡ് ചെന്ന് വേറെ റോഡിലേക്ക് ഇറങ്ങും. ആ റോഡ് നേരെ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യും. തൊട്ടടുത്ത ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും ഫുള്ള് കാണിക്കാം. ഈ മുന്നിൽ കാണുന്നതാണ് KK റോഡ്, കോട്ടയം കുമളി റോഡ്. കോട്ടയത്ത് നിന്ന് നമ്മൾ കുമളിയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ മുന്നിൽ കണ്ടൊരു ട്രാൻസ്ഫോമർ കണ്ടോ? ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത ബോർഡാണ് പോലീസ് സ്റ്റേഷൻ. പാമ്പാടി പോലീസ് സ്റ്റേഷനാണ്, സർക്കിൾ ഓഫീസാണേ. അത് നമ്മൾ ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു മഴ ചാറുകയും ചെയ്തു കണ്ടോ. ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴി മേടിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കടയുടെ വാതിക്കലേക്ക് നിർത്തി. മുക്കാട്ട് കോൾഡ് സ്റ്റോറേജ്, ഇവിടെ നിന്ന് സ്ഥിരം നമ്മൾ കോഴിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു കോഴിയെ മേടിച്ചു. 2.5 കിലോ ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു കറിയൊക്കെ വെക്കാം. അപ്പം കോഴി മേടിച്ചതിന് ശേഷം മീനോട് മേടിച്ചാലോ? ഇങ്ങനൊരു മീൻ കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? നീരാളി. ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട്. നീരാളി ഫിഷറീസ്. ഫ്രഷ് മീനാണ് ഉണ്ടോ. ധാരാളം മീൻ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഉണ്ട്. ചിക്കനും ബീഫും കാര്യങ്ങളെല്ലാം കിട്ടും. എന്നാലും പക്ഷേ അവിടെ നമ്മളെപ്പോഴും മീനാണ് മേടിക്കുന്നത്. അപ്പം നമ്മൾ കോഴി മേടിച്ചു, മീൻ മേടിച്ചു. ഇനി വേറെ 2 കുഞ്ഞു സാധനം മേടിക്കാൻ പോവാം. ഒന്നുമില്ല, പാലും തൈരും. നമ്മൾ സാധാരണ പാക്കറ്റ് പാൽ അങ്ങനെ മേടിക്കാറില്ല. നമുക്ക് നാടൻ പാലും നാടൻ തൈരും മേടിക്കും. അത് നമ്മുടെ പാമ്പാടി എന്ന് പറയും, ആലാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കേക്കാരോട് തന്നെ. പാമ്പാടി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ കിട്ടും. അവിടെയാണ് നമ്മൾ സ്ഥിരം പാലും തൈരും മേടിക്കുന്നത്. രാവിലെ ഇത്ര സമയങ്ങളുണ്ട്. പാമ്പാടി ഭയങ്കര തിരക്കാണ്. അതായത് പാമ്പാടി ടൗൺ വിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ടൗണ് വരുമ്പോൾ മാത്രം ഭയങ്കര എന്താ പറയാ റഷാ. ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എങ്ങും പോകണ്ടെന്ന് തോന്നുന്നു. പോട്ടെ. അങ്ങനെ പാമ്പാടിയിൽ നിന്ന് കുറച്ച് മാറി ആലാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആലാമ്പള്ളി ഇതും KK റോഡ് തന്നെയാണ് കേട്ടോ, ഒറ്റ സ്ട്രെച്ചിട്ട് റോഡ്. അപ്പോൾ ഇവിടെ ഒരു കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പാല് മേടിക്കുന്നത്. അപ്പോൾ നാടൻ പാലാണ് കിട്ടുന്നത്. നല്ല നാടൻ പാലും നാടൻ തൈരും ഒക്കെ കിട്ടും. അതിന് പാമ്പാടിയിൽ നിന്ന് എപ്പോഴും ഞാൻ ഇവിടെ വന്നാൽ മേടിക്കുന്നത്. ഇവിടുത്തെ ചേട്ടനും ചേച്ചിയൊക്കെ നമുക്ക് നല്ല പരിചയമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്രഷ് പാലും തൈരും ഒക്കെ നമുക്ക് കിട്ടും. ഈ കാണുന്ന ബേക്കറിയിൽ നിന്നാണ് നമ്മൾ പാല് മേടിക്കുന്നത്. പാലും തൈരൊക്കെ നമ്മൾ മേടിച്ചു. ഇനിയും പയ്യെ ഇതുമായിട്ട് വീട്ടിലേക്ക് പോകണം. ബാക്കി പരിപാടി അവിടെ. അങ്ങനെ നമ്മൾ വീട്ടിലങ്ങോട്ട് തിരിച്ച് കയറുന്ന വഴിയാണേ. ഇത് മൊത്തം കാണിക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ KK റോഡിലോട്ട് ഇറങ്ങുന്ന അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. കൃത്യം 300 മീറ്ററേ ഉള്ളൂ വീട്ടിലോട്ട്. നേരെ റോഡ് ചെറിയൊരു കയറ്റമാണ്. അപ്പം ലെഫ്റ്റും റൈറ്റും ഒക്കെ ചെറിയ പോലീസ് ക്വാർട്ടേഴ്സ് ആണേ.
എന്നിട്ട് ദേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് PWDയുടെ റെസ്റ്റ് ഹൗസ്. അവിടെ നമ്മൾ നേരെ കയറി. ഒരച്ഛൻ എന്തോ എടുക്കുകയാണല്ലോ. ബാഗായിരുന്നു. അവിടെ നമ്മൾ നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കുഞ്ഞൊരു വഴിയുണ്ട് റൈറ്റ് സൈഡിലോട്ട്. ഇങ്ങോട്ടൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴി കണ്ടില്ലേ, അതാണ് ഈ വഴി. പൈപ്പ് കണക്ഷൻ ഇടാൻ വേണ്ടി റൈറ്റ് സൈഡ് മൊത്തം പൊളിച്ചിട്ടിരിക്കുക ഈ റോഡിൻ്റെ. കോൺക്രീറ്റ് റോഡായിരുന്നു, പക്ഷേ കണ്ട മൺ റോഡാന്നേ പറയുള്ളൂ. വലിയ ഡാമേജ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് പാച്ചിന് വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കയറുക. ആ പൂരിലോട് സാധനങ്ങളും മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് എത്തി. പൂട്ടിക്കാണ്. പൂട്ടി. അയ്യോ, അമ്മേ. ചിക്കൻ മേടിച്ചു കൊടുത്ത് അമ്മ ഇരുന്ന് കറി വെക്കുന്നു. അല്ല, വറക്കാൻ നോക്കുന്നു. വറുത്തിട്ട് കറി വെക്കല്ലേ അമ്മ? അല്ല, മീൻ കറി വെക്കണം. മീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിശാക്കി നല്ല ഫ്രഷ് മീൻ കിട്ടി കേട്ടോ. നമ്മുടെ കപ്പൽ മറിഞ്ഞതിൻ്റെ ഒക്കെ മാറിയെന്ന് തോന്നുന്നു അല്ലേ അമ്മ? എന്നാ തിരക്കാന്നറിയാമോ? ഭയങ്കര വില. ഞാൻ ഓലക്കൊഴുവ മേടിച്ചു. ഓലക്കൊഴുവ ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുന്നത്. നല്ല കൊമ്പുള്ള നീളമുള്ള മീനുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് എൻ്റെ ഫ്ലഷ്. അപ്പോൾ ഓലക്കൊഴുവ മേടിച്ചു. ഓലക്കൊഴുവ കിലോ 560 രൂപ. ഭയങ്കര പൈസ കിട്ടി. 560 രൂപ ഓലക്കൊഴുവ. മത്തി 200. മത്തി 300, അയല 400. അപാര വില. ഈ കപ്പൽ മറിഞ്ഞ് വിഷയമായ സമയത്ത് ഞങ്ങൾ മീൻ മേടിയത് കുറച്ചായിരുന്നു. കാരണം റിസ്ക് അല്ലേ, കഴിഞ്ഞിരുന്നത് പലരും കുറച്ചു. ഇവിടെ നമ്മുടെ ഇവിടുത്തെ പാമ്പാടിലൊന്നും മീൻ കട ചിലത് അടച്ചു വരെ ഇട്ടിരുന്നു, ആളുകൾ വരാതെ. ലൈറ്റ് പക്ഷേ ഇപ്പം വന്നിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം പലയിടത്തും ആയിട്ടുണ്ട്. ഈ കപ്പൽ മുങ്ങിയ സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ മീൻകടയൊക്കെ കാണണം. എന്നെ തിരക്കാണെന്നറിയോ, ഭയങ്കര തിരക്ക്. വിലയൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് കുറയുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം നോക്കിയപ്പോഴത്തേനും ഭയങ്കര വില. ആ സമയത്ത് പോലും താന്നിട്ടില്ല. മീനിൻ്റെ വില ആ സമയത്ത് പോലും താന്നിട്ടില്ല. ഇറച്ചിക്ക് പിന്നെ അറിയാമല്ലോ, പൊതുവെ കോഴിയിറച്ചിക്ക് മാത്രം വില കൂടിയും കുറച്ചും നിൽക്കും. കേരള ചിക്കനിന് മേടിച്ചാൽ നല്ല ചിക്കനും കിട്ടും, വലിയ വിലയില്ല. നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ലാത്ത കോഴിക്കടകളിലെക്കാട്ടിൽ ഒരു 10 രൂപ 12 രൂപ കുറവുണ്ട് കേരള ചിക്കൻ. അവിടെ നിന്ന് മേടിക്കും. നമ്മളില്ല, കുറച്ചപ്പുറത്ത് മാറിയുണ്ട്. അത് ലാഭം, നല്ല ചിക്കനും കിട്ടും. ഈ വരുന്ന ഫാമുകളൊക്കെ ഏറെക്കുറെ എല്ലാം ഒന്ന് തന്നെയാണ് തോന്നുന്നു. ഇവിടെ പുതുപ്പള്ളിയുടെ അടുത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോൾട്രി ഫാമുണ്ട്. പുതുപ്പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ നല്ല തിരക്കാണ്. കാരണം പുതുപ്പള്ളി പെരുന്നാളിന് കോഴി നേർച്ച ഉണ്ടല്ലോ. അവിടുത്തെ പെരുന്നാളിന് കൊടുക്കുന്ന നേർച്ചയെന്ന് പറഞ്ഞാൽ വെള്ളയപ്പവും ചിക്കൻ ഫ്രൈയും. വെള്ളയപ്പം ചിലത്ത് വെള്ളയപ്പം എന്ന് പറയുന്നത് പാലപ്പം. ഇത് മറ്റേ ദോശ പോലെ പരത്തിണ്ടാക്കുന്ന അപ്പമില്ലേ, വെള്ളയപ്പം പാലപ്പം, ചിക്കൻ ഫ്രൈ. ആ സമയത്ത് അവിടുന്ന് മേടിക്കാൻ നല്ല തിരക്കാണ്. ഡയറക്റ്റ് ഫാമിൽ നിന്ന് പോയി മേടിക്കുമ്പോഴത്തേനും നല്ല വില കുറവുണ്ടല്ലോ, നല്ല സാധനവും കിട്ടും. അങ്ങനത്തെ നമ്മുടെ ചിക്കൻ സാറ് ഇങ്ങനെ ഗ്യാസൊക്കെ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയ രീതിയിലൊന്ന് വറുത്തിട്ട് കറി വെക്കാം. ബാക്കി വറുക്കാനുള്ള അടുത്ത ഭാഗങ്ങൾ കുഴച്ചിങ്ങനെ വെച്ചേക്കുക, പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ സൈഡിലിങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചെറിയൊരു മോര് കാച്ചൽ. ഇതൊന്നും ഞാനല്ല കേട്ടോ. Thank you very much. All right, folks, right here. This is a truffle porcini mushroom bisque type thing. All the way out here to a place few lambs have been before, the Antarctic. And amazing flavors too. It is so soft and tender. I taste. So this concludes our fine dining meal. Today I'm not going to get a dessert because I put on about 10 pounds in 1 week already on this. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ്. ഇന്ന് നിൽക്കില്ല. രാവിലെ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. ഇത് പടേന്ന് മഴ ആയി. ഫോണിൽ കൂടെ എത്രത്തോളം മഴക്കാറും മഴയൊക്കെ
അത് കാര്യം കാണാനും പറ്റുമെന്ന് അറിയത്തില്ല. ഒരു കാറ്റും ഒരു മഴയും ഉണ്ട്. ഞങ്ങൾക്കിവിടെ മഴയത്ത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും മഴയത്ത് ഇഷ്ടമാണ്. മഴയത്ത് പുറത്തിറങ്ങിയിരിക്കാനേ ഒരു പ്രത്യേക സുഖമാണ്. ഈ ചെടികളുടെയൊക്കെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് വീഴുമ്പോൾ അതുങ്ങളൊരു ഡാൻസ് ഉണ്ടല്ലോ. നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലല്ല മഴ പെയ്യുമ്പോൾ ചെടികൾക്ക്. അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെടിക്ക് എപ്പോഴും മഴ പെയ്യുന്നതായിരിക്കും അതിന് ഇച്ചിരി കൂടി ഒരു പുഷ്പിപ്പ്. അപ്പം മഴയൊക്കെ പെയ്ത് ചെടിയുടെ മുകളിൽ ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കുന്നതാണ്, അതൊക്കെ ഭയങ്കര രസമല്ലേ. പിന്നെ ഇതിനു മുമ്പ് പല വ്ളോഗിലും കണ്ടിട്ടുള്ള പോലെ, ആശിഷിൻ്റെ ഒക്കെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ ഞങ്ങളുടെ പൂക്കളുള്ള ചെടികൾ കുറവാണ്, മനസ്സിലായോ? കൂടുതലും ഇലച്ചെടികളായിരിക്കും. ഇലയുടെ പല വകഭേദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തൂക്കിയിട്ട് തന്നെ കാണാം, എല്ലാ ഇലച്ചെടികളാണ്. ഏറെക്കുറെ എല്ലാം ഇലച്ചെടികളാണ് കൂടുതൽ. അത് പല കളറുള്ള ഇലകൾ. ഈ മണി പ്ലാന്റ് തന്നെ ഉണ്ടല്ലോ, ഒരു 5-6 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്തും ഉണ്ട്, തൂക്കിട്ടിരിക്കുന്നതും ഉണ്ട്. ഇതൊരു മണി പ്ലാന്റാ, അവിടെ ഒരു മണി പ്ലാന്റ്. 4 വെറൈറ്റി മണി പ്ലാന്റ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അത് പോരാത്തതിന് ഈ ഓപ്പോസിറ്റ് ഈ ഷീറ്റേൽ അല്ല ഈ നെറ്റേൽ കയറ്റിയേക്കുന്നത് വേറെ മണി പ്ലാന്റ്. ഇതൊക്കെ ഒത്തിരി കാലം കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തതാ. പിന്നെ അത് നിങ്ങൾക്കറിയാം, അത് ഈ സാധനം IV പ്ലാന്റ്, അത് വിത്തിയേക്കറ്. അതല്ല, ഇതിന്റെ പേരെന്താണ്? ബ്രോക്കൺ ഹാർട്ടോ അങ്ങനെ എന്തോ തോന്നി ഇതിന്റെ പേര്. ഇപ്പം ക്ലിയർ അല്ല. അറിയാവുന്നവരുന്ന കമന്റ് ഇല്ല. അമ്മയ്ക്കറിയാം, എനിക്ക് ഇതിന്റെ പേരുകളൊന്നും അറിയില്ല. അമ്മയാ ഇവിടെ ചെടികളുടെ എല്ലാം മാതാവ്. ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഇതുങ്ങളുടെ എല്ലാത്തിൻ്റെ അമ്മ നമ്മുടെ അമ്മ തന്നെ. ഞങ്ങൾ ചട്ടി മേടിച്ചു കൊടുക്കും, അത്യാവശ്യം ചെടി ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കും. പക്ഷെ മേടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരെണ്ണത്തിൽ നിന്ന് അടുത്തത് ഒടിച്ച് വെച്ച് കിളിപ്പിക്കുന്നതാണ് ഈ ഏറെക്കുറെ കാണുന്നത് മുഴുവൻ. ഇതിൽ ഒരു ടൈപ്പിൻ്റെ ഒന്നേ കാണുള്ളൂ. അതായത് ഇത് ആ ബോർഡറിൽ വെച്ചേക്കുന്നുണ്ടോ, ഇത് ആദ്യം ഒരൊറ്റ ചെടിയായിരുന്നു, മനസ്സിലായില്ലേ? അതേ നിന്ന് ഒടിച്ച് വെച്ച് ഫുള്ള് ഇങ്ങനെ ബോർഡർ പോലെ ആക്കി വെച്ചേക്കുവാണ്. ഇങ്ങനെ ആക്കി വെക്കുന്ന പോയി മഴ പോയി, ഞാൻ പറഞ്ഞില്ലേ നമ്പാൻ കൊള്ളത്തില്ല. അങ്ങനെ ദേ ചിക്കൻ്റെ ബാക്കി പരിപാടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മസാല റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ഇളക്ക് മാത്രമേ ഉള്ളേ, ഞാൻ ഭയങ്കര കുക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ഭക്ഷണം ഇങ്ങനെ ഇളക്കാൻ മാത്രമേ എനിക്കറിയാം. അത്യാവശ്യം ചെറിയ ചെറിയ പൊടിക്കകളൊക്കെ അറിയാം കേട്ടോ, ഒന്നും അറിയത്തില്ലെന്നല്ല. പക്ഷെ അമ്മ പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ലെന്ന. ഞാൻ പ്രത്യേകിച്ച് വീട്ടിലൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കും. അത്യാവശ്യ ഘട്ടം വന്നാൽ നമ്മളൊരു കൈ പരീക്ഷിക്കുന്നതായിരിക്കും. ഇങ്ങനെ തക്കാളി, കറിവേപ്പില സാധനങ്ങളൊക്കെ അമ്മ പറഞ്ഞു തരുന്നതനുസരിച്ച് ഇതിനകത്തോട്ട് ഇടാനും അതനുസരിച്ച് ഇളക്കാനും അറിയാം. ചിക്കൻ ദേ ആ സൈഡിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ചിക്കൻ ഇങ്ങനെ പകുതി വറുത്ത് മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ ചിക്കൻ അതിനകത്തോട്ടിട്ട് ഇളക്ക് ഇളക്ക്. അമ്മ വീഡിയോ പിടിച്ച് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് പാവം. ആ ഇളക്കം അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഒന്ന് വീഡിയോ എടുക്കുന്നത്. ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, വെറുതെ ഒന്നുമില്ല. നല്ല ടേസ്റ്റായിട്ട് അമ്മ ഉണ്ടാക്കും ഭക്ഷണമെല്ലാം. അങ്ങനെ ചിക്കനൊക്കെ ഫുൾ റെഡി, ഫുൾ സെറ്റ്. ചിക്കൻ നല്ല പുരട്ടി വെച്ചിട്ടുണ്ട്, സെമി ഗ്രേവി. അങ്ങനെ അതിൻ്റെ മണമൊക്കെ വന്ന് മനുഷ്യന് വിശപ്പൊക്കെ കൂടി വന്നു. നല്ലൊരു ചിക്കൻ കറിയും ഒരു പുളിശ്ശേരിയും. ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ കാച്ചി മോരെന്ന് പറയും. പുളിശ്ശേരി എന്നൊന്നും നമ്മുടെ നാട്ടിലേക്ക് അധികം പറയത്തില്ല, കോട്ടയം സൈഡിലോട്ടൊക്കെ. അങ്ങനെ കാച്ചി മോരും ചിക്കൻ കറിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു.
ആഹാ, അടിപൊളി സാധനം. നമ്മൾ കുറേ ചോറിനും കേട്ടോ. ഡയറ്റൊന്നും നോക്കിയിട്ടൊന്നും കൊണ്ട് ഒരു കാര്യമില്ല. ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറച്ച് കഴിക്കും. ഷൂട്ടിന് പോകുമ്പോൾ കൂടുതലും നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണവും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഫുഡൊക്കെ അല്ലേ കഴിക്കുന്നത്. വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കും. അപ്പം ഞാൻ ചുമ്മാ ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫോ അങ്ങനത്തെ ഒരു സംഭവം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കുറച്ച് കാര്യങ്ങൾ അങ്ങ് കാണിക്കാം എന്നുള്ള രീതിയിൽ മാത്രം. സത്യം പറഞ്ഞാൽ ഒരു കറക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങൾ ഇവിടെ ഇല്ല, എങ്ങോട്ടേലുമൊക്കെ ആയിട്ട് പോകും. ഞാനും അമ്മയും കൂടെ ചുമ്മാ വീട്ടിലിരിപ്പോൾ തീരെ കുറവാണ്. ഞങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഉച്ചക്കത്തേതും കഴിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേനും ഞങ്ങൾ വരുള്ളൂ. മിക്കവാറും ഞങ്ങൾ വരുമ്പോഴത്തേനും വീട്ടിൽ ലൈറ്റ് കാണത്തില്ല. കാരണം പെട്രോളപ്പോൾ പോകും, പെട്രോളിൽ തിരിച്ച് വരും, വന്ന് ലൈറ്റ് ഇടും. അത് ഞങ്ങൾ നല്ലപോലെ ലേറ്റായിട്ട് ഞങ്ങൾ വരത്തുള്ളൂ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നു. കുറച്ച് കാര്യം ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്താ പറയുക, ഞാൻ ഷൂട്ടിന് വരുന്നതിന് മുമ്പായിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത്. കാരണം അമ്മ എങ്ങും പോകത്തില്ല, വീട്ടിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അമ്മ സാധനം മേടിക്കാൻ പോലും അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങത്തില്ല. അപ്പം ഞാൻ ഈ 10-15 ദിവസത്തേക്ക് പോകുമ്പോഴത്തേക്കുള്ളതെല്ലാം ഞാൻ ഓൾറെഡി ഇവിടെ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഷൂട്ടിന് അങ്ങ് പോകും. പിന്നെ വന്ന് കഴിയുമ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും അമ്മ എങ്ങോട്ടേലും പോകാൻ വേണ്ടിയിട്ട്. ഞാൻ വരുമ്പോഴത്തേനും അടുത്ത് എങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും ഇറങ്ങും. രസമല്ലേ? അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് പാവപ്പെട്ട ചുമ്മാ തുടങ്ങി. എല്ലാവർക്കും ഒരു വീട്ടിലിപ്പോൾ എങ്ങനെ കളിച്ചാലും 2-3 യൂട്യൂബ് ചാനലുകളുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം ഞങ്ങളുടെ തന്നെ എൻ്റെയും ഗിരിയുടെയും ആണെങ്കിൽ ഞങ്ങളുടെ സദാശിവ വ്ളോഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവനല്ലാതെ ഒരു വ്ളോഗുണ്ട്. അപ്പോൾ ഞാനും ചുമ്മാ അങ്ങെടുത്തുള്ളൂ. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടെ ഇപ്പം ഞങ്ങൾ രണ്ടും ഒരുമിച്ചുള്ളത് മാത്രം അതിനകത്ത് ഇട്ടാൽ മതിയല്ലോ. സദാശിവയ്ക്കകത്ത് ഞങ്ങൾ ഒരുമിച്ചുള്ളത് മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് അവൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ഇട്ടത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് നോക്കിയത് വലിയ എന്തായാലും നോക്കാം. അപ്പം പറഞ്ഞു വന്നത് തുടങ്ങി വരുന്നേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനൽ. കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ നല്ല കിടിലൻ കണ്ടൻസൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ അവനും കൂടെ അതിനകത്ത് കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരാൻ വേണ്ടി കുറച്ച് കണ്ടൻസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനകത്തും നമുക്ക് കുറച്ച് കണ്ടൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കാം. വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ല നമ്മുടെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബെല്ലൈക്കൺ ഇങ്ങനെ അടിച്ചും കൊടുക്കുക. ചിലർ തുടക്കം തന്നെ പറയും, കാരണം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്ക്, ലൈക്ക് അടിക്കാനൊക്കെ പറയും. ഞങ്ങൾക്കൊന്നും പറഞ്ഞ് ശീലമില്ല, തുടങ്ങി വരുന്നേ ഉള്ളൂ. തുടങ്ങി വരുന്ന പാവപ്പെട്ട യൂട്യൂബർമാരാണ്. അപ്പം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യും, സ്വാഭാവികം. ഞാനും സ്കിപ്പ് ചെയ്ത് പല വീഡിയോസും കാണാറുണ്ട്. ബോറടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്തം കാണാം. അപ്പം ഓക്കെ, കാണാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ തീർക്കാൻ തന്നെയാണ് പ്ലാൻ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വേറെ കണ്ടൻറ്റുകളൊന്നും കിട്ടിയില്ല. അപ്പം ഞാനും അമ്മയും ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, വർത്തമാനം പറഞ്ഞു. വീണ്ടും അതുപോലെ തന്നെ ഒരു മഴ പെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ് ശാന്തസുന്ദരം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അകത്ത് കിടന്ന് അമ്മ വിളിക്കുന്നു. ഞാൻ പുറത്ത് നിന്ന് സൈൻ ഓഫ് പറയുന്ന അമ്മ കേൾക്കുന്നില്ല. അമ്മ അകത്ത് കിടന്ന് ഭയങ്കര വിളി. ഞാൻ പുറത്തോട്ടിറങ്ങി സൈൻ ഓഫ് പറഞ്ഞു. കുറേ നേരമായിട്ട് അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.